വെൽക്കം ടു കോമ്പസ് അക്കാഡമി. ടോബി ശരത് തോംസൺ ഹിയർ. ഈ വരുന്ന ഓഗസ്റ്റ് 1 തീയതി 2 തീയതിയുമായി നിങ്ങളെല്ലാവരും SBIPO പ്രിലിംസ് എഴുതാൻ പോവുകയാണ്. 2026 SBIPO 2025 മുതൽ ചേഞ്ചസ് വരാൻ തുടങ്ങി. ആ ചേഞ്ചസിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം ഈ വർഷത്തെ പരീക്ഷ നിങ്ങൾ എങ്ങനെ ഒരുങ്ങണം എന്നുള്ള സ്ട്രാറ്റജീസാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളെല്ലാവരും അവസാനവട്ട തയ്യാറെടുപ്പിലാണ്. എന്നാൽ ഇതും കൂടെ ശ്രദ്ധിച്ചിട്ട് പോവുക, എന്തൊക്കെ വേണം എന്നുള്ളത്. കഴിഞ്ഞ വർഷം മുതൽ SBIPO മാറ്റങ്ങളിലേക്കാണ് വന്നു തുടങ്ങിയത്. നമുക്കറിയാം, അതിനകത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 നിന്ന് 40 ആക്കുകയും ചെയ്തു. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 35 30ആയി. റീസണിങ് എബിലിറ്റി 35 30ആയി. അപ്പോൾ ഇതാണ് പുതിയ സ്ട്രക്ചർ. ഇംഗ്ലീഷ് 40, റീസണിങ് ആൻഡ് QA 30. അതാണ് പുതിയ സ്ട്രക്ചറിലേക്ക്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തെ അനലൈസ് ചെയ്ത് തുടങ്ങിയിട്ട് പോകാം. എന്തൊക്കെയാണ് ഇതിൻ്റെ സ്ട്രാറ്റജീസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ ട്രെൻഡ് അനുസരിച്ച് നോക്കിയിട്ട് പോകാം. നമ്മുടെ സ്ട്രാറ്റജീസ് എങ്ങനെയായിരിക്കണം, അതനുസരിച്ച് വേണം നിങ്ങൾ പ്രിപ്പയർ ആകാൻ. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് 2023, 24, 25 വന്ന കട്ട് ഓഫാണ്. പ്രിലിംസിൻ്റെ കട്ട് ഓഫാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. 2023 59.25, അതായത് ജനറൽ OBC EWS എല്ലാം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് നിങ്ങൾക്ക് വളരെ കുറവ് കിട്ടുമെന്ന്. കാറ്റഗറി ബേസ് പ്രിലിംസിന് അങ്ങനത്തെ ഒരു കാര്യമേ SBI ചെയ്യില്ല. SBI ആണെങ്കിലും വേറെ ആരാണ്. SC STക്ക് 53, എസ് ടിക്ക് വേറെയാണ്. 2024 61.75ആയി ജനറൽ കാറ്റഗറി. OBC അത് 60.5, SC 55 പോകാം. എന്നാൽ നമുക്ക് വേണ്ട ഇതൊന്നുമല്ല. നമ്മൾ കഴിഞ്ഞ വർഷം 500 വേക്കൻസി ഉള്ളൂ. ഇവിടെയൊക്കെ നല്ല വേക്കൻസി ഉണ്ട്. കഴിഞ്ഞ വർഷം വേക്കൻസി 500 വേക്കൻസിയാണുള്ളത്. അതിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. അതുമാത്രമല്ല, പാറ്റേണും മാറി. ഇംഗ്ലീഷ് 40 വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നോക്കുക. കട്ട് ഓഫ് 2025 കട്ട് ഓഫിലേക്ക് വന്നപ്പോൾ 66.75ആയി. ഹയസ്റ്റ് കട്ട് ഓഫിലേക്കാണ് വന്നത് ജനറൽ ഇതിലേക്ക്. OBC അതിൻ്റെ തൊട്ട് താഴെ തന്നെ നിൽപ്പുണ്ട് 65.5, അതിൻ്റെ SC 59, EWSും OBCയുടെ തൊട്ട് താഴെ ഒരു മാർക്കിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2025 അറിയേണ്ടത്. നിങ്ങളെപ്പോഴും ഹയസ്റ്റ് കട്ട് ഓഫുള്ള നോക്കിയിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ. അല്ലാതെ ലോവസ്റ്റ് കട്ട് ഓഫ് ഉണ്ടെന്ന് പറയുക. അവിടെ വേക്കൻസി കൂടുതലായിരുന്നു. ഈ വർഷം വേക്കൻസി കൂടുകയും ചെയ്യുന്നു. എന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് കട്ട് ഓഫ് കുറയുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കരുത്. SBI എപ്പോഴും ഒരു സ്റ്റാൻഡേർഡിലേക്ക് പോകത്തുള്ളൂ. ആ സ്റ്റാൻഡേർഡ് വിട്ട് അവർ കളിക്കില്ല. അപ്പോൾ നമുക്ക് നോക്കാം കഴിഞ്ഞ വർഷം എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. അതനുസരിച്ച് നമുക്ക് ഈ വർഷത്തെ സ്ട്രാറ്റജി ഇത് ചെയ്യാം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തെ എക്സാമിൻ്റെ പാറ്റേൺ കാണാം. ഓരോ സബ്ജക്റ്റും ഇംഗ്ലീഷ്, QA, റീസണിങ്, ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെയാണ് ചോദിച്ചത്. വലിയ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. ടഫായിരിക്കും എക്സാം എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. പക്ഷേ ഇംഗ്ലീഷ് 40 മാർക്സിനുള്ളതുകൊണ്ട് ഇംഗ്ലീഷ് കഴിഞ്ഞ വർഷം ഡൂവബിളായിരുന്നു. ഇംഗ്ലീഷാണ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ നമുക്ക് കഴിഞ്ഞ വർഷം ഇംഗ്ലീഷിൽ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. എത്ര മാർക്കിനൊക്കെ ഓരോ സെഷൻസും ഉണ്ടെന്ന് നോക്കാം. നിങ്ങളുടെ ഇതിൽ കാണുന്ന പോലെ ക്ലോസ് ടെസ്റ്റ് 6 മാർക്കിനുണ്ടായിരുന്നു, എറർ സ്പോട്ടിംഗ് 5, ഫ്രേസ് റീപ്ലേസ്മെൻറ്റ് 4, കോമ്പിനേഷൻ 8 മാർക്കിനുണ്ടായിരുന്നു, ഡബിൾ ഫില്ലർ 4, സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ് 3, പാരാജമ്പിൾ 5 മാർക്സ്, വേർഡ് സാപ്പിംഗ്, വേർഡ് യൂസേജ് എല്ലാം വേർഡിൻ്റെ കളികളാണ്, കോമ്പിനേഷൻ്റെ കളികളാണ്. ആരാണോ നല്ല റീഡർ അതവർക്ക് ഇത് ചെയ്യാവുന്ന പറ്റും. കഴിഞ്ഞ വർഷം 40 എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് 35 സ്കോർ ചെയ്യാൻ പറ്റും. 32 to 35 സ്കോർ ചെയ്തവരാണ് കഴിഞ്ഞ പ്രാവശ്യം ഇത് ചെയ്തത്. 40 സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിലേക്കാണ്. അതാണ് കഴിഞ്ഞ വർഷം സംഭവിച്ചത്. നമുക്കിനി ഇതാണ് ഇംഗ്ലീഷ് നടന്നത്. ഇപ്പോൾ ഈ വർഷവും വലിയ ചേഞ്ചസ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇതൊക്കെ തന്നെയായിരിക്കും ചോദിക്കുന്നത്. അതിൻ്റെ കട്ടി കൂടുവോ ഇല്ലയോ എന്നുള്ളത് മാത്രം. പക്ഷേ ഇംഗ്ലീഷ് എപ്പോഴും ഒരു ഡൂവബിളാണ്. ഇംഗ്ലീഷ് നല്ലപോലെ നോക്കുന്നവർ, നല്ല റീഡേഴ്സിന് നല്ലൊരു ഓപ്ഷനാണ് SBIPO. അവർ SBI പ്രിലിംസ് പാസ്സാകാൻ നല്ല ചാൻസ് ഉള്ളവരാണ്. നമുക്ക് അടുത്ത സെഷനിലേക്ക് നോക്കാം. ഞാനിവിടെ അനലൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് 4 സെഷനിലായിട്ടാണ് വരുന്നത്. 2 ദിവസമാകുമ്പോൾ അതിലും കൂടും. എന്നിരുന്നാലും ഒരു ആവറേജ് ഇതിലാണ് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ടാണ്. QA എന്താണ് സംഭവിച്ചത്. QA നിങ്ങൾക്ക് 2 DA ഉണ്ടായിരുന്നു. അവിടെ ഒരു 5ഉം ഒരു 6 മാർക്കിനും അത് മാറ്റങ്ങൾ വരാം. കേസ്ലെറ്റ് ഉണ്ടായിരുന്നു 4 മാർക്കിന്, അരിത്തമെറ്റിക്ക് 12 മാർക്കിനുണ്ടായിരുന്നു, ക്വാഡ്രാറ്റിക്ക് 3 മാർക്കിനുണ്ടായിരുന്നു. QA എന്താണ് സംഭവിച്ചത്. QA നല്ല ടഫായിരുന്നു. ഓരോ സെഷൻ കഴിയുമ്പോഴും ടഫ്നെസ് കൂടി വരികയായിരുന്നു. നിങ്ങൾക്കൊരു 15ഒക്കെ അത്യാവശ്യം സ്കോർ ചെയ്യാവുന്ന രീതിയിലേക്കാണ് അത് ഇത് ചെയ്തത്. 15 to 20 ഒക്കെ ഒരു ഇതാണ് അതിനകത്ത്. നിങ്ങൾ ചിലപ്പോൾ DAയിൽ ആദ്യം കയറി പിടിക്കും. പക്ഷേ DA നല്ല കാൽക്കുലേറ്റീവ് ആണെങ്കിൽ അരിത്തമെറ്റിക്കിലേക്ക് ജമ്പ് ചെയ്തവർക്കാണ് ഇതിലേക്ക്. എന്നാൽ DA തന്നെ പിടിച്ചുകൊണ്ടിരുന്നാൽ പലപ്പോഴും അത് കഴിഞ്ഞ പ്രാവശ്യം ഇച്ചിലൂടെ കാൽക്കുലേറ്റീവായി. അപ്പോൾ അരിത്തമെറ്റിക്കിലേക്ക് ഇത് ചെയ്തവർ പെട്ടെന്ന് 12 അരിത്തമെറ്റിക് ഉണ്ട്, ക്വാഡ്രാറ്റിക്ക് 3 ഉണ്ട് എന്നുള്ളതിലേക്ക് വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഇത് സ്കോർ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മാർക്കിലേക്ക് വന്ന് നിൽക്കുക. എങ്ങനെ 66.75 മേലിക്കണ്ടേ
നമ്മൾ കട്ട് ഓഫിലേക്ക് വരണ്ടേ, അതിലും കൂടുതൽ വരണ്ടേ, എങ്ങനെയാണത് വന്നതെന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. നമുക്ക് അടുത്ത റീസണിങ് നോക്കാം എന്താണ് സംഭവിച്ചത്. സോ റീസണിങ്ങിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ 30 മാർക്കിലേക്കാക്കി, 35-30 മാർക്കിലേക്കാക്കിയപ്പോൾ ഇതുവരെ കണ്ടിട്ടുള്ളത് 4 പസിലും, അതായത് 20 മാർക്കിന് പസിലും 15 മാർക്ക് മിസ്ലേനിയസുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം അവർ എന്താണ് സംഭവിപ്പിച്ചതെന്ന് ചോദിച്ചാൽ നോക്കിക്കേ, ഒരു ബോക്സ് പസിലുണ്ടായിരുന്നു, മന്ത് പസിൽ, ഇയർ പസിൽ, പാരലൽ സർക്കുലർ പസിൽ, മൊത്തവും 5 പസിൽ, അതായത് 25 മാർക്കിന് തന്നെ പസിൽ വന്നു. 25 മാർക്സ് പസിലായിരുന്നു. 5 മാർക്കിന് മാത്രമാണ് മിസ്ലേനിയസ് വന്നത്. സിലോയിസം 3, ഇൻഇക്വാളിറ്റി വരെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം. ഒരു വേഡ് പ്രോബ്ലം ഉണ്ടായിരുന്നു, മീൻസ് പെയർ ഉണ്ടായിരുന്നു, വേഡ് ഫോർമേഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ മിസ്ലേനിയസ്. ആൽഫനൂമറിക്കിൻ്റെ മിസ്ലേനിയസ് ഉണ്ട്, അല്ലാതെ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ ഇതിനകത്ത് പസിൽ 1-2 എണ്ണം വേരിയബിളായിട്ടുണ്ടായിരുന്നു, അല്ലാതെ ഉണ്ടായിരുന്നു. ബോക്സും കാര്യങ്ങളും ഡുവബിളായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ എങ്ങനെയായാലും 20 എബോവ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു റീസണിങ്. ഞാനൊരു ആവറേജ് ഇതാണ് പറയുന്നത്, നല്ലപോലെ നോക്കിയാൽ തന്നെ അതിന് മേളിൽ മേടിക്കുന്നവരും ഉണ്ടായിരിക്കും അതിനകത്ത്. എന്നിരുന്നാലും ടൈം കൺസ്യൂമറാണ്, അതൊരു കൺസ്ട്രെയിൻ്റ് ആണ്. 20 മാർക്കിനുള്ളിൽ 20 മിനിറ്റിനുള്ളിൽ ഇത് ചെയ്യുക എന്നുള്ളതെന്ന് വെച്ചാൽ നല്ലപോലെ പസിൽ പഠിച്ചവർ, നല്ലപോലെ ചെയ്ത് പഠിച്ചവർ, നൂതനമായ മെത്തേഡ് പഠിച്ചവർ, കോമ്പസുകാർക്ക് അത് വളരെ എളുപ്പമാണ്. അവരത് കറക്റ്റായിട്ട് ചെയ്ത് റീസണിങ്ങിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യും. സോ ഇതൊക്കെയാണ് കഴിഞ്ഞ വർഷം നടന്നത്. അങ്ങനെയാണ് 67ൻ്റെ മേളിലേക്ക് കട്ട് ഓഫ് വന്നത്. ഈ പ്രാവശ്യവും വലിയ അത്ഭുതമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ വർഷം എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ സ്ട്രാറ്റജീസ് നോക്കാം. നിങ്ങൾ ഇത്രയും നാൾ നമ്മൾ കഴിഞ്ഞ വർഷത്തേതും കാര്യങ്ങളും എല്ലാം കണ്ടു. ഇത് പ്രകാരം നിങ്ങൾ ഈ വർഷത്തെ ഇനി എന്ത് ചെയ്യണം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളൊക്കെ കണ്ടു, എന്തൊക്കെയാണ് വന്നിരുന്നത്, ഓരോ സെഷനിലും എന്തൊക്കെയാണ് ചോദിച്ചത്, കട്ട് ഓഫ് എന്തായിരുന്നു. നമ്മൾ ആ കട്ട് ഓഫ് മനസ്സിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അല്ലാതെ ഈ പ്രാവശ്യം വേക്കൻസി കൂടി അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് കുറയും എന്ന് കരുതരുത്. ഒരു സ്റ്റാൻഡേർഡ് വിട്ട് ഒരിക്കലും താഴേക്ക് പോകില്ല. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള കട്ട് ഓഫ് ഒരു 65 ആയിരിക്കണം. ഈ 65 പിടിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുള്ളൂ. അല്ലാതെ കറക്റ്റ് കടന്നുകൂടുക അത് ഭാഗ്യത്തിൻ്റെ ആയിരിക്കും. നിങ്ങൾ താഴെ പോകാനും ചാൻസ് ഇത്. സോ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യം ആക്യുറസിയാണ്. ചെയ്യുന്നതെല്ലാം ശരിയായിരിക്കണം, അതായിരിക്കണം നിങ്ങളുടെ. അറിയാവുന്നത് മാത്രം ചെയ്യുക, ഇല്ലാത്തത് വെറുതെ നെഗറ്റീവ് അടിച്ച് പോകരുത്. കാരണം നിൻ്റെ ചെറിയ ചാൻസ് ആയിരിക്കും ആ നെഗറ്റീവിൽ പോകുന്നത്. അപ്പോൾ ഇതായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി. ഇനി നമുക്ക് മാർക്കിലേക്ക് നോക്കാം. എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. വേക്കൻസി കൂടിയെങ്കിലും കട്ട് ഓഫ് വളരെ കുറവ് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. എപ്പോഴും 65 എന്നുള്ള കട്ട് ഓഫിലേക്ക് വരിക. നിങ്ങളെപ്പോഴും, ഞാൻ പേപ്പർ വന്നിട്ടില്ല എന്നിരുന്നാലും പറയാം, കഴിഞ്ഞ വർഷത്തെ അതേപോലെ അന്ന് നോക്കുക. ടഫായിരിക്കും. ഇംഗ്ലീഷ് പക്ഷേ ഡൂബിളായിരിക്കും. അപ്പോൾ നമ്മുടെ ഫോക്കസ് ഇംഗ്ലീഷ് നല്ലപോലെ ചെയ്യുന്നവർ, അവരെയാണ് ഞാൻ ഈ ഫോക്കസ് ചെയ്യുന്നത്. ഓർക്കുക, അവരായിരിക്കും കയറിപ്പോകാൻ ചാൻസ്. നിങ്ങൾക്ക് മാത്സും റീസണിങ്ങിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റില്ല. കാരണം ഇത് SBI PO പ്രിലിംസ് ആണ്. അതെപ്പോഴും ഓർത്തോളൂ. SBI PO ആണെന്ന് ഓർക്കുക. മാത്സിന് 30, റീസണിങ് 30 എന്നുള്ള സംഖ്യയെ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അതെപ്പോഴും ഓർത്തോളുക. നമ്മൾ ആവറേജാണ്, അതിൽ അബവ് ആവറേജ്. എന്നാൽ സൂപ്പർ കമ്പ്യൂട്ടർ അല്ല നമ്മൾ. അതെപ്പോഴും ഓർത്തോളുക. 20 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് അല്ല അവർ മാത്സ് റീസണിങ് തരുന്നത്. എന്നാൽ ഇംഗ്ലീഷ് അങ്ങനെയല്ല. 20 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന 40 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 33 to 36 സുഖമായി ചെയ്യാൻ പറ്റും. അതിൽ കൂടുതലും വരാം അതിനകത്ത്. സോ അത് നമ്മൾ ഫോക്കസ് ചെയ്യുക. ദെൻ നമ്മൾ ചെയ്യേണ്ടത് റീസണിങ് 18 to 20 ഒരു സേഫ് സോണിലേക്ക് വരിക. പസിലാണെങ്കിലും ഡൂവബിൾ ആയിട്ടുള്ള പസിൽ എങ്ങനെയായാലും 3 എണ്ണം കാണും, മിസ്ലേനിയസും കാണും. അങ്ങനെ നിങ്ങൾക്ക് 20 മാർക്ക് ആ സമയം കൊണ്ട് മേടിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ ഓർക്കുക, കോമ്പസുവൻ നമ്മുടെ നൂതനമായ മെത്തേഡ്, നമ്മുടെ മെത്തേഡ് കൊണ്ട് പസിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രാക്ടീസ് ഞങ്ങൾ കൂടെയുണ്ട്. ഓരോ ഇതും നമ്മൾ ചെലവഴിച്ച് ചെയ്ത് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും അതിനാ. സോ ഇതൊരു അപ്രാപ്യമായ കാര്യമല്ല. മാത്സിലേക്ക് വരുമ്പോൾ മാത്സ് ടഫാന്ന് തന്നെ വിചാരിക്കുക. എന്നിരുന്നാലും ഞാൻ പറഞ്ഞ പോലെ DIയിലേക്ക് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുക. DI ഡൂവബിൾ ആണെങ്കിൽ അത് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം 12 മാർക്കോ 11 മാർക്കോ സ്കോർ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഏതെങ്കിലും ഒരു മിസ്ലേനിയസ് ഇതോടെ കാണും, ക്വാഡ്രാറ്റിക്കോ സീരീസോ ഏതെങ്കിലും ഒരെണ്ണം. അത് കഴിഞ്ഞിട്ടാണ് അരിത്തമെറ്റിക്കിലേക്ക് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടത് അതിൽ പിടിച്ചിരിക്കാതെ ഇതൊക്കെ ടഫാണെങ്കിൽ അടുത്തയിലേക്ക് മാറുക. അപ്പോൾ തന്നെ നിങ്ങൾ ട്രെൻഡ് മനസ്സിലാക്കുക. DIയിൽ ആദ്യം പിടിക്കുമ്പോഴേ ടഫാണെങ്കിൽ, ആദ്യത്തെ ക്വസ്റ്റ്യൻ പിടിക്കുമ്പോൾ ടഫാണെങ്കിൽ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ സെലക്ഷൻ ചെയ്തിട്ട് മാത്രം ചെയ്യുക. അടുത്ത അരിത്തമെറ്റിക്കിലേക്ക് പോവുക. അപ്പോൾ ഏകദേശം 15 to 18 നിങ്ങൾക്ക് പേപ്പർ വന്നിട്ടില്ല. പേപ്പർ വരുമ്പോഴേ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ അറിയത്തില്ല. എന്നിരുന്നാലും ഒരു പ്രഡിക്ഷനാണ്, അല്ലാതൊന്നുമല്ല. അപ്പോൾ നമുക്ക് സേഫായിട്ട് 66 to 74 സുഖമായി ചെയ്യാൻ പറ്റും അതിനകത്ത്. ഇത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അല്ലാതെ 50 55 എന്നുള്ള ഇത് നിങ്ങൾ ഫോക്കസ് ചെയ്യരുത്. നിങ്ങൾ മണ്ടന്മാരായി പോകും. സോ എന്താണ് നമ്മുടെ സ്ട്രാറ്റജി? ഫസ്റ്റ് സ്ട്രാറ്റജി ഈസ് ക്വസ്റ്റ്യൻ സെലക്ഷൻ.
നിങ്ങൾക്കൊരു പേപ്പർ കിട്ടിയാൽ നിങ്ങൾ മൊത്തം അരിച്ചു വെറുക്കുക ചെയ്യാതെ എളുപ്പമുള്ളത് നോക്കി നോക്കി വേഗം വേഗം ചെയ്യുക. നിങ്ങൾക്കറിയാം ഓരോ സെഷനിലും എളുപ്പത്തിൽ ആദ്യം ഏത് ചെയ്യണമെന്നുള്ളത്. അതാദ്യം സെലക്ട് ചെയ്തിട്ട് അതും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടഫാന്ന് തോന്നിയാൽ അടുത്തയിലേക്ക് മാറാനുള്ള കഴിവ് വേണം. ഈഗോ അതൊരിക്കലും വെക്കരുത്. പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചേഞ്ച് ചെയ്യുക ക്വസ്റ്റ്യനിലേക്ക്. ദെൻ എന്ത് വേണം? ആക്യുറസി. സെലക്ട് ചെയ്യുന്നതെല്ലാം ശരിയായിരിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ. നിങ്ങളൊരു നെഗറ്റീവിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ 55 മാർക്ക് ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ 2 നെഗറ്റീവ് ചെയ്യുമ്പോൾ 55 നിന്നാണ് സ്കോർ കുറയുന്നതെന്ന് ഓർക്കുക. സോ നിങ്ങളുടെ മാർക്ക് 55 എണ്ണം ചെയ്തതിൽ 2 തെറ്റ് വരുമ്പോൾ 53-ൻ്റെ താഴെ. അതെപ്പോഴും ഓർത്തോളുക. സോ 55 കട്ട് ഓഫ് ഉള്ള ഇതിൽ നിങ്ങളുടെ സെലക്ഷൻ തഴയപ്പെട്ടേക്കാം. എന്തുകൊണ്ട്? നിങ്ങൾ ആ ക്വസ്റ്റ്യൻ 2 എണ്ണം ആവശ്യമില്ലാതെ ചെയ്തു. ഇംഗ്ലീഷിൻ്റെ സ്ഥാനത്ത് വെറുതെ അറിയാത്തവർ, ഇംഗ്ലീഷിനെ കുറിച്ച് അറിയാത്തവർ ദയവ് ചെയ്ത് അത് വെറുതെ ചെയ്തു വെക്കരുത്. നിങ്ങളുടെ സാധ്യതകൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ SBIPO പ്രിലിംസിൻ്റെ സ്ട്രാറ്റജി എന്താണ്? 65 മെയിൻറ്റെയിൻ ചെയ്യുക, 65 ഉന്നം വെക്കുക, ക്വസ്റ്റ്യൻ സെലക്ഷൻ ഓരോ സെക്ഷനും ക്വസ്റ്റ്യൻ സെലക്ഷൻ ചെയ്യുക, ആക്യുറസി ഉള്ളത് മാത്രം ചെയ്യുക, നെഗറ്റീവിനെ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുക. ഇങ്ങനെ വന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും SBIPO പ്രിലിംസ് എന്ന കടമ്പ കടക്കാൻ പറ്റും. നിങ്ങളുടെ ഡ്രീം ജോബിലേക്കുള്ള ആദ്യ ചവിട്ടുപടി ഇതാണ്. നിങ്ങൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് കരകയറി പോകാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും 1-ാം തീയതി 2-ാം തീയതി നടക്കുന്ന SBIPO പ്രിലിംസിന് എല്ലാവർക്കും, കോമ്പസിയൻസിന് മാത്രമല്ല ഇത് കാണുന്ന എല്ലാവർക്കും, നിങ്ങൾ ഏത് പരീക്ഷയാണെങ്കിലും ഒരു സ്ട്രാറ്റജിയോട് കൂടി പോയാൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും കരസ്ഥമാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ.